ചേട്ടാ എന്ത് കഷ്ടമാണെന്ന് പറ പോലെ. കഷ്ടകാലത്തിന് നീ അടുത്തോർത്ത് കല്യാണമില്ല. വളരെ പ്രതീക്ഷയോട് വന്നേരുന്നു. ഇന്നലെയും ഭക്ഷണം കഴിച്ച് മെനന്നാലും ഭക്ഷണം കഴിച്ച് ഇപ്പം മനുഷ്യൻ വൈറസിന് ചാവാൻ പോകുന്നത്. കഴിഞ്ഞ എവിടെ ഓടിച്ചെടുത്ത് ഊണ് കഴിഞ്ഞ ഇവിടെ എടാ വിശപ്പ് കയറി നിന്റെ കണ്ണും കാണത്തില്ലേ? എടാ അത് ഇന്ന് കല്യാണമില്ല അടച്ചിട്ടേക്കാന്ന്. അയ്യോ ഒന്ന് കല്യാണമില്ലേ ഇവിടെ? മനുഷ്യൻ രാവിലെ കിടന്നു വൈറസ് എന്ത് കഷ്ടമാണെന്ന് പറ പോലെ. നീ എന്ത് ചെയ്യും? ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഭദ്ര സമങ്ങളിൽ എല്ലാ അടിച്ചോടത്തിലും കയറി. അവിടെ എല്ലാം കയറി നോക്കിയാ അവിടെ കല്യാണം അല്ലെ? ഷാൻ ആടിച്ചോർത്തി കാണുന്ന ഇപ്പൊ പോയാൽ 7ാമത്തെ പന്തിക്ക് ഇരിക്കാം. വരുന്ന ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. അവിടെയും കല്യാണം ഇല്ലടേ. അവസാനത്തെ ലക്ഷ്യം ഇവിടെ ആയിരുന്നു. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അടച്ചു പൂട്ടിയിട്ടേക്കുന്നുണ്ട്. പിന്നെ എന്ത് പ്രത്യേകത? എനിക്കറിയില്ല. കഷ്ടകാലം പിടിച്ച് മനുഷ്യന് വൈറസ് നിൽക്കാമേ പ്രകാശ. സത്യമായിട്ടും വൈറസ് നീ ഏതാടിച്ചോർത്തി കല്യാണം? കയ്യിലഞ്ചു പൈസയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? രായു, ഞാനൊരു ഐഡിയ പറയാം. എന്തോന്നടേ? അതായത് ഒരു കാട്ടിൽ ഒരു സിംഹം. നിന്റെ ഐഡിയ ഇങ്ങോട്ട് വേണ്ട. നീ പറ്റിപ്പിന്റെ ആളാണ്. ഞാൻ വേറെ ആൾക്കാരൊക്കെ പറ്റില്ല, പക്ഷെ നിന്നെ ഞാൻ പറ്റിക്കത്തില്ല. എന്നെ സമ്മതിച്ചു. അതായത് ഒരു കാട്ടിൽ ഒരു സിംഹം ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒറ്റ അടിയാൻ വെച്ചേരും കേട്ടോ. ഇവിടെ മനുഷ്യനിവിടെ വിശന്നും ചാവാൻ പോകും. കൊത്താ ഞാൻ പറയും, മനസ്സിലാക്കി നീ. ആ കാട്ടിൽ സിംഹം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. നമ്മുടെ ഇതേ അവസ്ഥ, വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോ നോക്കിയപ്പോ മേയാനായിട്ടൊരു പശു അവിടെ വരുന്നു. പശു അവിടെ വരുന്നു. കൂടെ ഒരു പശുക്കുട്ടിയുണ്ട്. ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ഇതേ അവസ്ഥയിൽ സിംഹം ആക്രാന്തം മുത്തി ചാടി. പശു പറഞ്ഞു നിക്കവിടെ. പശുക്കുട്ടിക്ക് പാല് കൊടുത്തിട്ട് എന്നെ തിന്നോന്ന് പറഞ്ഞു. പശു പറഞ്ഞു. അപ്പൊ പശുക്കുട്ടി പറഞ്ഞു വേണ്ട, അമ്മയെ തിന്നരുത്, എന്നെ തിന്നു പറഞ്ഞു. അങ്ങനെ പരസ്പരം പൈകരടി. എന്നെ തിന്നു പറഞ്ഞു. സിംഹം ആകെ കൺഫ്യൂഷനായി. അവരുടെ പരസ്പര സ്നേഹത്തിനും ആത്മാർത്ഥതയും അലിവ് തോന്നിയ സിംഹം അവരെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയച്ചു. മനുഷ്യൻ വയറ് വിശന്നിക്കുമ്പോ എന്തിനാണ് ഈ കഥയൊക്കെ എന്നോട് പറയുന്നത്? അതാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് നീ പൈസ കൊടുക്കാമെന്ന് പറയുന്നു, ഞാൻ പറയുന്നു ഞാൻ പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ തമ്മിൽ അടി കൂടുന്നു. അങ്ങനെ നമ്മൾ അടികൂടുമ്പോൾ നമ്മുടെ ആത്മാർത്ഥതയിൽ സുഹൃത്ത് ബന്ധത്തിൽ അലിവ് തോന്നുന്ന ഹോട്ടൽ മാനേജർ നമ്മളെ പറഞ്ഞു വിടും. എടാ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു ഇപ്പൊ നിന്നെ സമ്മതിച്ചേക്കും. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റിയ ഇടം വേണമല്ലേ? ഹോട്ടലിൽ ഇറച്ചിയൊക്കെ അടച്ചു പോയിരാ. 10 പേർ ഉണ്ണാൻ വരുന്ന സമയം. ചേട്ടാ കഴിക്കാൻ ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്, ഇഡലിയുണ്ട്, കറി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചോറും റെഡിയായിട്ടുണ്ട്. ചേട്ടാ ചൂടായിട്ടൊന്നുണ്ട്. ചൂടായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. അയ്യോ അതിലും ചൂടായിട്ടൊന്നുണ്ട്. അതിലും ചൂടായിട്ടാണ്. ആ 10 കാലം ചൂടായി കിടപ്പുണ്ട്. അത് മതിയാ. അത് ചൂടായിട്ട് തട്ടുച്ചക്ക് ബിരിയാണി എല്ലാം റെഡി ആയിരിക്കുമ്പോൾ അവന് ഊണൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ഊണാട്ടോ. കാപ്പിയൊക്കെ കൊള്ളാം. അണ്ണാ ഊണൊക്കെ സൂപ്പർ ഊണാട്ടോ. ചേട്ടാ അടിപൊളിയായിരുന്നു. ഭക്ഷണമൊക്കെ സൂപ്പർ ആയിരുന്നു. ചേട്ടോ ബില്ല് എത്രയായി? എന്തോ കഴിച്ചറേ? ചിക്കൻ ഫ്രൈഡ് റൈസ്, മട്ടൺ ചാപ്സ് 4 സെറ്റ് വീതം. 4 സെറ്റ് കഴിച്ചു. 310 രൂപയായി. 310 രൂപ ആയുള്ളൂ. 310 ആയുള്ളൂ. ഇവിടെ 310 ആയുള്ളൂ. നമുക്ക് തുടങ്ങാം. ഏത് മറ്റേത്? തുടങ്ങി. പ്രകാശം ഞാൻ കൊടുക്കാതെ കേട്ടോ. ഞാൻ കൊടുക്കും. ഇല്ല ഞാൻ കൊടുക്കാതെ. ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്താൽ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുക്കാം. നിങ്ങൾ ആരും ഒരാളെങ്കിൽ തന്നാ മതി. ഏറ്റില്ല. ഞാൻ കൊടുക്കാം. കേട്ടില്ല. നീ സൂചിപ്പിച്ച് പറയണത്. ഞാൻ കൊടുക്കാം. ഇല്ല ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പ്രകാശത്തിന് സ്വയം പറഞ്ഞു ഞാൻ കൊടുക്കാന്ന്. ഞാൻ കൊടുക്കാന്ന്. നിങ്ങൾ ഈ സ്നേഹബന്ധം കണ്ടെടുത്തോളാം. നിങ്ങൾ രണ്ടിന്റെ ഈ ആത്മാർത്ഥതയെ കണ്ടപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത്. എടാ നിന്റെ 310 രൂപ ഉണ്ട്. നിന്റെ 310 രൂപ ഉണ്ട്. ഞാൻ എപ്പോഴും തയ്യാറാണ്. രണ്ടുപേരും തയ്യാറാണ്. ഒരു കാര്യം ചെയ്യും. അങ്ങനാണെങ്കിൽ 310 620 രൂപ വാങ്ങി താടാ.